ആരോഗ്യം അമൂല്യം. അമിതവണ്ണം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു പേരാമ്പ്ര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫല ഫാറൂഖ്. എന്താണ് അമിതവണ്ണം? ശരീരഭാരം വർദ്ധിച്ച് രോഗാവസ്ഥയിലെത്തുന്ന സാഹചര്യമാണ് അമിതവണ്ണം. ശരീരത്തിൽ മിതമായി വേണ്ട കൊഴുപ്പ് അമിതമാകുമ്പോഴാണ് അമിതവണ്ണം അഥവാ ഒബേസിറ്റി ഉണ്ടാകുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് അമിതവണ്ണമുള്ളവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. അമിതവണ്ണം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് വളരെ ലളിതമായി തന്നെ നിർണ്ണയിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉയരവും ഭാരവും അളക്കുക. ഭാരം കിലോഗ്രാമിലും നീളം മീറ്ററിലും. 18.5 താഴെ BMI ആണെങ്കിൽ അണ്ടർ വെയ്റ്റ്, അതായത് മതിയായ ഭാരമില്ലായ്മ എന്ന് പറയാം. ഒരു വ്യക്തിയുടെ നോർമൽ BMI 18.5-നും 24.9-നും ഇടയിൽ ആയിരിക്കും. 25-നും 29.9-നും ഇടയിലാണെങ്കിൽ ഭാരം അമിതമാണെന്ന് അനുമാനിക്കാം. 30-ൽ മുകളിലാണ് കിട്ടുന്ന സംഖ്യ എങ്കിൽ അമിതവണ്ണം അഥവാ പൊണ്ണത്തടി ഒബേസിറ്റി ആയി കണക്കാക്കാം. അതുപോലെ എളുപ്പത്തിൽ അളക്കാൻ പറ്റുന്ന ഒന്നാണ് വേസ്റ്റ് സർക്കംഫറൻസ് അഥവാ അരയുടെ ചുറ്റളവ്. ഇടുപ്പെല്ലിന്റെ അഥവാ ഹിപ്പ് ബോണിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമായ ഇലിയാക് ക്രസ്റ്റിന്റെ ലെവലിൽ വേണം അളക്കാൻ. പുരുഷന്മാരിൽ 94 സെന്റിമീറ്റർ അഥവാ 31 ഇഞ്ചിൽ കൂടുതലും സ്ത്രീകളിൽ 88 സെന്റിമീറ്റർ അല്ലെങ്കിൽ 34.6 ഇഞ്ചിൽ കൂടുതലും ആണെങ്കിൽ അമിതവണ്ണം ആണെന്ന് അനുമാനിക്കാം. അമിതവണ്ണം ഉള്ളവരിൽ ഹൃദയത്തിന് കൂടുതലായി പ്രവർത്തിക്കേണ്ടി വരും. അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലം ധമനികളിലൊക്കെ തടസ്സമുണ്ടാകുന്നു. ഇത് ഹൃദയാഘാതം, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്നിവ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. ഭക്ഷണത്തിലെ കൊഴുപ്പും ഊർജവും വർദ്ധിക്കുമ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുകയും പ്രമേഹം പിടിപെടുകയും ചെയ്യുന്നു. കോശവിഭജനം അതിവേഗം നടത്തുന്നതുകൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഉറക്കത്തിലുള്ള കൂർക്കം വലി അഥവാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയൊക്കെ ഒബേസിറ്റി അഥവാ അമിതവണ്ണത്തിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ശരീരഭാരം കൂടുമ്പോൾ കാലുകൾക്ക് ഭാരം താങ്ങാൻ സാധിക്കാതെ വരികയും തേയ്മാനം, വീഴ്ചയുണ്ടായാൽ എളുപ്പത്തിൽ അസ്ഥികൾ പൊട്ടൽ എന്നിവയൊക്കെ ഉണ്ടാകും. പുരുഷന്മാരിൽ ഉദ്ധാരണശേഷി കുറയുകയും വന്ധ്യതയ്ക്ക് സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. സ്ത്രീകളിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം, മറ്റു ഹോർമോൺ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ സാധാരണയായി കാണാറുണ്ട്. അമിതവണ്ണത്തിന്റെ കാരണങ്ങളെ പ്രധാനമായി 2ആയി തരംതിരിക്കാം. ഒന്ന് നമ്മുടെ തെറ്റായ ജീവിതശൈലികൾ കാരണമുള്ള അമിതവണ്ണം. രണ്ടാമത്തേത് മറ്റ് അസുഖങ്ങൾ കാരണമുള്ള അമിതവണ്ണം. ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഫിസിക്കൽ ഇനാക്ടിവിറ്റി അഥവാ ശാരീരിക നിഷ്ക്രിയത്വം അഥവാ വ്യായാമമോ നടത്തമോ മറ്റ് കായിക അധ്വാനമോ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ. രണ്ടാമത്തേത് ഉറക്കമില്ലായ്മ. പിന്നെ തെറ്റായ ഭക്ഷണ രീതി, ബിഞ്ച് ഈറ്റിംഗ്, ചെറിയ ഇടവേളകളിൽ അമിതമായി ഭക്ഷണം കഴിക്കുക, രാത്രികാലങ്ങളിൽ എണീറ്റ് ഭക്ഷണം കഴിക്കുക. പിന്നെ തെറ്റായ അളവിലുള്ള ഭക്ഷണ രീതി, അന്നജം കൂടുതലടങ്ങിയ ചോറ്, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളുടെ അമിതമായ ഉപയോഗം, വറുത്തതും പൊരിച്ചതുമായ ആഹാരം, റെഡ് മീറ്റ് എന്നിവയൊക്കെ അമിതമായി കഴിക്കുക, പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്ന ശീലം, പഴങ്ങളുടെ പച്ചക്കറികളുടെയും ഒക്കെ കുറഞ്ഞ ഉപയോഗം എന്നിവയൊക്കെ അമിതവണ്ണത്തിലേക്ക് നയിക്കാം. ആരോഗ്യകരമായ ഭക്ഷണരീതി ശീലിക്കുകയും കൃത്യമായി വ്യായാമം ചെയ്യുകയും ചെയ്തു പോരുന്നവരിൽ അമിതവണ്ണവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ്. അമിതവണ്ണം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പേരാമ്പ്ര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫല ഫാറൂഖ്.